എങ്ങനെ പറയും, ഒരു അമ്മമാരാക്കിയിട്ട് ഞങ്ങളെ കണക്കാക്കുന്നത്, ഒരു അമ്മമാർ തന്നെയാണ് അവൻ്റെ. അനശാസ്ത്ര നടപടികൾ സ്വീകരിക്കുന്ന ഒരു MLA ഷാഫി പറമ്പിലാണ്. അത് ഇന്നേ വരെ ഏത് MLA-മാരും ചെയ്തിട്ടില്ല. CPM-ന്റെ എത്ര MLA-മാർ കൊണ്ട് ചിരിക്കുക പോലും ചെയ്യില്ല, മസിലൂടില്ല. നഷ്ടപ്പെട്ടൊരു MLA എന്ന് പറയാം. കാരണം പാലക്കാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു. ഷാഫി പറമ്പിലിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ, ഷാഫി പറമ്പിലിന് കിട്ടുന്നതിനെക്കാട്ടും ഭൂരിപക്ഷത്തിലാണ് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വന്നത്. ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു MLA എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഷാഫി വന്നതിന് ശേഷം കണ്ടത് പാലക്കാട്. ഇതൊരു ശരിയല്ലല്ലോ, ഒരു MP ആകാം ഒരു MLA ആകാം മാറി മാറി വരണതൊന്നും ശരിയല്ല. അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഷാഫി പറമ്പിൽ. അതിനി തലകുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് നിന്നാലും ശരി, ഇനിയിപ്പോൾ CPM-ന്റെ തലമൂത്ത ആൾക്കാർ വന്ന് നിന്നാലും ശരി. ഷാഫിൻ്റെ പോലുള്ള ഒരു MLA പാലക്കാട് കിട്ടില്ല. എന്താ പറയുക, ഷാഫി പറമ്പ് ചെറുത് വലുതൊന്നുമല്ല. ഷാഫി പറമ്പിൽ നല്ലൊരു വ്യക്തിയാണല്ലോ അദ്ദേഹം എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഇന്ന് ഈ മറ്റേ രാഷ്ട്രീയപരമായിട്ടും ജനങ്ങളുടെ ഇടയിലും നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ. ഷാഫി പറമ്പിലിനെ പോലെ പാലക്കാട് ഒരു MLA-യോ ഇനിയിപ്പോൾ വടകരയ്ക്ക് ഒരു MP-യോ കിട്ടാനില്ല. ഷാഫിൻ്റെ പോലുള്ള ഒരു MLA പാലക്കാട് കിട്ടില്ല. എന്താ പറയുക, ഷാഫി പറമ്പ് ചെറുത് വലുതൊന്നുമല്ല, ആരുമില്ല, ചെറുത് വലുതൊന്നുമില്ല. ആരായാലും ശരി ഷാഫി ഇടപെടും. ഇപ്പോൾ എത്ര ട്രിപ്പ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ മൂപ്പര് വന്നാലും ഇവിടെ വന്ന് ഇറങ്ങി നമ്മളെ കൊണ്ടുള്ള വിശേഷങ്ങൾ അന്വേഷിച്ചേ പോവുള്ളൂ. അത് ഇന്നേ വരെ ഏത് MLA-മാരും ചെയ്തിട്ടില്ല. CPM-ന്റെ എത്ര MLA-മാർ കൊണ്ട് ചിരിക്കുക പോലും ചെയ്യില്ല, മസിലൂടില്ല. ഷാഫി അങ്ങനെയല്ല. ഷാഫി വരണം പറഞ്ഞാൽ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങി ഞങ്ങൾ സംസാരിക്കും, ഈ കടയിൽ വന്ന് ചായ കുടിക്കും, എന്തൊക്കെയാണ് ഷാഫി പോവുള്ളൂ. വിശേഷങ്ങൾ നമ്മുടെ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് ഷാഫി പോവുള്ളൂ. അങ്ങനത്തെ ഒരു MLA പാലക്കാട് കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയം നോക്കാത്ത ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിന് ഇന്ന് വരെ ഒരു ആരോപണമില്ല. കാരണം പറഞ്ഞാൽ അതുമാതിരി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു MLA എന്ന് പറയാം. കാരണം പാലക്കാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു. വടകര MP ആയി പോയത് കൊണ്ട് പിന്നെ പാർട്ടിയുടെ തീരുമാനമാണ്, അതൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിലാണെങ്കിലും ജനങ്ങളുടെ ഇടയിലാണെങ്കിലും ഇപ്പോൾ ഹീറോ ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി പറമ്പിലിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ, ഷാഫി പറമ്പിലിന് കിട്ടുന്നതിനെക്കാട്ടും ഭൂരിപക്ഷത്തിലാണ് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വന്നത്. അത് ഷാഫിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഷാഫിനൊക്കെ വെച്ച് വെക്കാൻ പാലക്കാട് എന്നല്ല, ഇപ്പം ഈ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ജനങ്ങള് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പ്. എന്താ പറയുക, പാർട്ടി നോക്കാത്ത ഒരാളാണ്. ഏത് പാർട്ടിക്കാരനും ഏത് ആൾക്കും രാഷ്ട്രീയം നോക്കില്ല. ഇപ്പോൾ എല്ലാം ഇവിടെ PMOs ഓഫീസിൽ പോകുന്നില്ലേ, കൈ കൊടുക്കുന്നില്ലേ, എല്ലാവരും സഹകരിക്കുന്നില്ലേ. അതാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിൻ്റെ ഒരു MLA ഒരു കേരളത്തിൽ അതുമാതിരി ഒരു MLA ഇല്ല. കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം പറഞ്ഞാൽ സൗഹൃദം ജനങ്ങളോട് എന്താണ്, അതാണ് ഷാഫി പറമ്പിൽ. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ജനങ്ങളോട് നന്നായി സഹകരിച്ചിട്ടും ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടും എന്ത് കാര്യങ്ങളുണ്ട് പറഞ്ഞാലും തുറന്ന് പറയാം. ഒരു MLA എന്നുള്ള ആ ഗൗരവമൊന്നും ഇല്ലാത്ത ഒരു ഒറ്റ വ്യക്തി കേരളത്തിൽ ഷാഫി പറമ്പിലാണ്. വേറെ ആരും മൂപ്പറിനെ പോലെ ഒരു MLA കേരളത്തിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പാലക്കാട്ടിൽ ഭയങ്കര നഷ്ടമാണ് ഷാഫി പറമ്പ് വടകര പോയത്. കുഴപ്പമില്ല, മൂപ്പരിനെ അടുത്തത് പാലക്കാട് നിന്നാൽ നമ്മൾ മൂപ്പരിനെ വിജയിപ്പിക്കും. പാലക്കാട് ഷാഫി നിന്നാൽ ഷാഫി തന്നെ ജയിക്കുള്ളൂ. ഇനിയിപ്പോൾ രണ്ടാം പ്രാവശ്യം വേണം, പാലക്കാട് വേണമെന്ന് വെച്ച് പറഞ്ഞാൽ പാലക്കാട് ഷാഫി പറമ്പിൽ നിന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഷാഫി ജയിക്കും. പാലക്കാട് ഷാഫി നിന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും അറിയില്ല ഷാഫി. കാരണം പറഞ്ഞാൽ വ്യക്തികൾക്കാണല്ലോ. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു ആവശ്യം ഇപ്പോൾ രാഷ്ട്രീയം നോക്കണില്ലല്ലോ ഷാഫി. ഇപ്പോൾ ഒരു ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇയാൾ പിന്നെ കോൺഗ്രസ്സുകാരനാണ്, ഇയാൾ ലീഗുകാരനാണ്, ഇയാൾ BMSകാരനാണ്, ഒന്നും നോക്കുന്നില്ല. പാർട്ടി നോക്കാത്ത ഒരൊറ്റ വ്യക്തിയാണ്. എന്ത് കാര്യങ്ങളുണ്ടോ ഒരു മനുഷ്യന് എന്തൊക്കെയാണ് കാര്യങ്ങൾ. അത് മേലാമുറിയിലെ ആ പച്ചക്കറി മാർക്കറ്റിൽ ആ കംപ്ലീറ്റ് ഷെഡ് ഇറക്കിയത് മൂപ്പരാണ്. MLA സ്ഥാനത്തിലിരുന്നത്, MLA ഉള്ള സമയത്ത് മേലാമുറിൻ്റെ അകത്ത്. അപ്പോൾ അയാൾക്ക് രാഷ്ട്രീയം നോക്കില്ല, അയാൾ മനുഷ്യന്മാരെ നോക്കണേ, വ്യക്തികളെ നോക്കണ അയാൾ. ഇന്ന ആൾക്ക് ചെയ്യണം എന്നുള്ള മനസ്സിൽ നിന്ന് വരുന്ന ഒരു സഹായം ഉണ്ട്, ഒരു നന്മ, അത് ആ ഷാഫിക്കുള്ളൂ. മറ്റൊരു കോൺഗ്രസ്സുകാരനായിക്കോട്ടെ മറ്റൊരു ഇതായില്ല. പക്ഷേ ഷാഫിനെ പോലെ കേരളത്തിൽ ഒരു MLA ഒരു MP-നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് പാലക്കാട്ടുകാർക്ക് വളരെ നഷ്ടമാണ് ഷാഫി ഇവിടുന്ന് പോയത്. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലെ പോലെ തന്നെ മികച്ചൊരു നേതാവാണെന്ന് തന്നെയാണ് അഭിപ്രായം. കട്ടയ്ക്ക് കട്ട തന്നെ രണ്ടുപേരും ഇനി എന്നാലും ജയിക്കും. പക്ഷെ എന്തായാലും ഷാഫിനെ മേയിച്ചു വെക്കാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും ഷാഫിക്ക്
തുല്യം. പേര് ഞങ്ങൾക്ക് തുല്യാണ്. ഞങ്ങൾക്ക് 2 പേര് തുല്യാണ്. ഷാഫി പറമ്പ് ഞങ്ങൾക്ക് തുല്യാണ്, അവനും ഞങ്ങൾക്ക് തുല്യാണ്. അവൻ നമ്മളെ എങ്ങനെ പറയും, ഒരു അമ്മമാരാക്കിയിട്ട് ഞങ്ങളെ കണക്കാക്കണത്. ഒരു അമ്മമാർ തന്നെയാണ് അവൻ്റെ. ഒരു അമ്മമാരെന്നെ. ഞങ്ങൾ ഈ എല്ലാവരും തൊഴിലുറപ്പൊന്നല്ല, ഞങ്ങളുടെ നാട്ടിലെ അവൻ ഒരു അമ്മമാരെ പോലെയാണ് ആ 2 മക്കളും. ആ 2 മക്കളും ഞങ്ങളുടെ വീട്ടുകളിലൊക്കെ വന്ന് ഞങ്ങളോട് നല്ലോണം പെരുമാറുന്നൊരു കുട്ടിയാണ് അവർ. ആ ചെറിയ മക്കൾക്കൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. ഷാഫി പറമ്പിൽ എന്നെ പുറത്തെ ആളൊക്കെ ഡീസൻ്റ് തന്നെയാണ്. നമ്മൾ നോക്കിയവിടെ കൊണ്ട് ആളെ പക്ക ഡീസൻ്റ്, ഞാൻ കുറ്റം പറയില്ല. അനശാസ്ത്ര നടപടികൾ സ്വീകരിക്കുന്ന ഒരു MLA മാങ്കൂട്ടമാണ്. അതിന് വഴി വെച്ചു കൊടുക്കുന്നത് ഷാഫി പറമ്പിലാണ്. അതിന് വഴിയെല്ലാം വെച്ചു കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. യാതൊരു തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാളാണ് മാങ്കൂട്ടത്തെ കൊണ്ടുവന്നത്. ഒരു MLA എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഷാഫി വന്നതിന് ശേഷം കണ്ടത് പാലക്കാട്. ഒരു MLA കൊണ്ട് എന്തെല്ലാം കഴിയുമെന്നുള്ളത് ഷാഫി വന്ന ശേഷമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ രീതിക്കല്ലേ നോക്കുള്ളൂ. ഇതിപ്പോൾ അവന് MLA സ്ഥാനം രാജിവെച്ച് വീണ്ടും ഇലക്ഷൻ വീണ്ടും അവർ തന്നെ ജയിക്കും. രാഹുൽ മാങ്കൂട്ടം തന്നെ ജയിക്കും. 100%. രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയിട്ട് ഷാഫി പറമ്പിലാണ് വരുന്നത് വെച്ചാലും 100% അവർ തന്നെ ജയിക്കുള്ളൂ. പക്ഷെ അവർ ഇപ്പോൾ 10 വർഷം ഇപ്പോൾ രണ്ട് ട്രിപ്പ് ഇവിടെ ജയിച്ചില്ലേ. നല്ല കാര്യങ്ങളല്ലേ ചെയ്തിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഇവിടെ. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്നിരിക്കുന്നത്. എന്നിട്ട് വമ്പ ഭൂരിപക്ഷത്തോടെയല്ലേ ജയിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിനെ വെച്ച് കൂടുതൽ വോട്ടിനല്ലോ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലത് ചെയ്യാൻ നല്ല ആൾക്കാരെ ചിന്തിക്കില്ലല്ലോ. ഇന്നലെ മിനിഞ്ഞാന്ന് ഇന്നലത്തെ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ ഷാഫി പറമ്പിൽ വടകരയിൽ തടഞ്ഞു. എന്താ അതിൻ്റെ കാര്യം? അവൻ പട്ടിക്ക് വിളിക്കുന്നു ഒരുത്തൻ. ഷാഫി പറമ്പ് നന്നായി ചൂടാനുണ്ടായിരുന്നു. എന്താ ഇതിലുള്ള കാരണം? ഇവർ ആർക്ക് വേണമെങ്കിൽ സമരം ചെയ്യാം. ഇങ്ങനെയാണ് ഒരു തെറി പറഞ്ഞിട്ടാണ് സമരം ചെയ്യുന്നത്. ഒരു MP നമ്മളത് ചിന്തിക്കണ്ടേ? നമ്മൾ ഈ കേരളത്തിൽ ജനിക്കുന്നു വളരുന്നു എല്ലാം ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മൂപ്പരെ കാണണം, സംസാരിക്കുക, എല്ലാം ചെയ്യണം. അങ്ങനെയുള്ള ആളെ പാർട്ടി ഏതോ ആയിക്കോട്ടെ, ഒരു സുപ്രഭാതത്തിൽ അയാളായിരിക്കും നമ്മളെ സഹായിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഷാഫി പറമ്പിൽ സാറ് ഫസ്റ്റ് നിന്നു, 5 വർഷം കഴിഞ്ഞു സെക്കൻഡ്, ഇത് തേർഡിലല്ലേ മുമ്പിൽ നിൽക്കണം രാഹുൽ. ഷാഫി പറമ്പിൽ പറയുമ്പോൾ അതിലെന്തപ്പോൾ അയാളിപ്പോൾ MP ആയിട്ട് പോയി. ഇനിയിപ്പോൾ പാലക്കാട് വന്നാലും ഷാഫിക്ക് ജയിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊരു ശരിയല്ലല്ലോ. ഒരു MP ആകാം, ഒരു MLA ആകാം, മാറി മാറി വരണതൊന്നും ശരിയല്ല. ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ വ്യക്തി എന്നതുള്ളത് ശരിയാണ്, നിഷേധിക്കുന്നില്ല. ഷാഫി പറമ്പിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കേസിൽ ഇയാൾ പെടുന്നുള്ളതൊന്നും അറിയില്ല. അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് ഷാഫി പറമ്പിൽ. അതിനി തലകുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് നിന്നാലും ശരി, ഇനിയിപ്പോൾ CPMൻ്റെ തലമൂത്ത ആൾക്കാർ വന്ന് നിന്നാലും ശരി, ഷാഫി പറമ്പിലിനെ ഇളക്കാനൊന്നും ഇവിടെ പാലക്കാട് പറ്റൂല. ഷാഫി വരികയും ചെയ്യും, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇവിടെ നിൽക്കുകയും ചെയ്യും, മന്ത്രിയാവുകയും ചെയ്യും. അതിൽ യാതൊരു സംശയം വേണ്ട. ഷാഫി നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? ഷാഫി നിൽക്കുന്നുണ്ട്, ഷാഫിൻ്റെ കാര്യമൊക്കെ ശരി തന്നെയാണ്. ഷാഫി ഇത് നിൽക്കുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല, നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷാഫിക്ക് ഈ പറയുന്ന ബാക്കി നേതാക്കന്മാർ എന്തുകൊണ്ട് ഷാഫി ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നില്ല? ഓസ്ട്രേലിയ കിടക്കുന്ന ചെന്നിത്തല ഉടൻ 3 മണിക്കൂർ കൊണ്ട് നടപടി എടുക്കണം പറഞ്ഞു. അയാൾ എന്ത് കണ്ടാണ് പറഞ്ഞത്? ഷാഫി കൂടെ നിൽക്കുന്നവനെ രക്ഷപ്പെടുത്തണം പെട്ടാണല്ലോ നിൽക്കുന്നത്. ഷാഫിക്ക് എവിടെ വേണമെങ്കിൽ നിന്നാൽ ജയിക്കാൻ പറ്റും, അതിനുള്ള കഴിവുണ്ട്. അതാണ് നല്ല ആത്മാർത്ഥ. പാലക്കാടുകാരെന്നല്ല, വേണമെങ്കിൽ അവൻ മലമ്പുഴയിൽ നിന്നാൽ മലമ്പുഴയിൽ നിന്നും ജയിക്കും. ഷാഫിനെ കണ്ടറിയും. അപ്പോൾ ഷാഫിക്ക് ഈ ഒരു സീറ്റ് വേണമെന്നുള്ള ചിന്തയൊന്നും അവനില്ല. പിന്നെ അവൻ്റെ ഇതിൽ പാലക്കാട് നിന്ന് ജയിക്കണം പെട്ട ഒരു പാര വെച്ചതാണെന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എന്നാലും ഒരു കല്യാണം കഴിച്ച ചെക്കനെ ഇങ്ങനെ പാര വയ്ക്കില്ല, അതിനുള്ള മനസാക്ഷിയൊന്നും അവനില്ല. ഷാഫിക്ക് ഇത് ചെയ്യില്ല. ഇത് കള്ളെന്ന് പറയണതിന് രസമുണ്ടായിരുന്നു, എല്ലാവരും കേൾക്കും. ഒരു പെണ്ണ് കേസാണ് അവൻ കല്യാണം കഴിക്കാത്തൊരു കുട്ടിയെ, അവനൊരു ചെക്കനാണ് അല്ലേ? കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയെ അവനെ പൊലയാട്ട് പറഞ്ഞുണ്ടാക്കുമ്പോൾ തിരികെ ആലോചിക്കണ്ടേ? അത് ചെയ്യില്ല. അതങ്ങനെ ചെയ്യാനുള്ള ഒരു മനസാക്ഷിയൊന്നും ഷാഫിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മുഖത്ത് ആ കള്ളലക്ഷണമില്ല. അത് ഞാൻ 100% പറയാം. ഷാഫി പറമ്പിലും അതിനായിട്ടും ബെറ്ററാണ്. അതിൽ ബെറ്ററാണ് അദ്ദേഹം ആള് എല്ലാ കാര്യങ്ങളും അറിയണം, എല്ലാവർക്കും അറിയണം, ജനങ്ങൾക്ക് അറിയണമല്ലേ. അങ്ങോട്ട് ആരിപ്പോൾ നല്ലവരൊന്നും ഇല്ലല്ലോ, ഒക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ തിരുത്ത് നന്നായി ഭരിക്കുക. ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നഷ്ടമില്ല. ജനങ്ങൾക്ക് ഗുണമുള്ളത് ചെയ്യുകയാണെങ്കിൽ അത് ലാഭമാണ്. ഷാഫി പറമ്പിൽ ഇവിടെ പാലക്കാട് ജില്ലയിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷാഫി നല്ല ആളാണ്.
ഇപ്പോൾ നല്ല വ്യക്തിപരം. ഷാഫി കുറച്ചുകൂടി പക്വതയുള്ള രാഷ്ട്രീയക്കാരനാണ്. രാഹുൽ പിന്നെ അത്രയും അങ്ങോട്ട് ആയിട്ടില്ലല്ലോ. അവപ്പോൾ 10-15 വർഷം MLA ആയി. പിന്നെ അവന് ഷാഫി എന്ന് പറഞ്ഞാൽ ഒരു സംസാരത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കുന്ന ആളാണ്. രാഹുൽ കുറച്ചൊരു പെട്ടെന്ന് ദേഷ്യപ്പെടും. അത് അവൻ യൂത്ത് കോൺഗ്രസിൽ അവന് അങ്ങനത്തെ അനുഭവങ്ങളാണ് വന്നിട്ടുള്ളത്. അവൻ വന്നന്നേ അവനെ എല്ലാവരും കൂടി, പിന്നെ പോലീസാണെങ്കിൽ എല്ലാവരും അവനെ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവൻ്റെ സ്വഭാവത്തിൽ ഇത് വന്നത്. അതല്ലാതെ ഒരാൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ അത് കാഠിന്യാവില്ലല്ലോ മനസ്സ്. വീട്ടിൽ നിന്ന് വളഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യലും അതുപോലെ അങ്ങനെയുള്ള അനുഭവം ഷാഫിക്ക് അത്ര വന്നിട്ടില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.